ഹായ് വെൽക്കം ടു ലാഷ് ക്ലാസ്. BA ഇംഗ്ലീഷ് ഫിലിം സ്റ്റഡീസിലെ ഫസ്റ്റ് മൊഡ്യൂളിലെ സെക്കൻഡ് പാർട്ടാണ് നമ്മൾ നോക്കുന്നത്. ഫിലിം ജനേഴ്സിനെ കുറിച്ചിട്ടാണ് ഈ ഭാഗത്ത് പറയുന്നത്. നമ്മളിവിടെ ഇതിലെ ഓരോ ജനറിൻ്റെയും ഇമ്പോർട്ടൻ്റ് പോയിന്റ്സ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഡെഫിനിഷൻ ഓഫ് ജനർ. Genre in film theory refers to similarities in narrative elements used to construct films, borrowing from literary genre criticism. ജനർ എന്ന് പറയുന്നത് കാറ്റഗറൈസേഷൻ ആണ്. ഈ സിനിമകളിലെ നരേറ്റീവിൻ്റെ സിമിലാരിറ്റിക്ക് അനുസരിച്ചുകൊണ്ട് അതിനെ കാറ്റഗറൈസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ ജനർ എന്ന് പറയുന്നത്. ലിറ്ററേച്ചറിനകത്ത് ഇതുപോലെ ജനർ ഉണ്ട്. ആ ഒരു ഐഡിയയാണ് ഇവിടെ സിനിമയ്ക്കകത്തും ഉപയോഗിക്കുന്നത്. കാറ്റഗറൈസേഷൻ ഓഫ് ഫിലിം ജനർ. Films are categorized based on setting, theme, topic, mood, format and target audience. അപ്പോൾ ഈ കാറ്റഗറൈസേഷന് വേണ്ടിയിട്ടുള്ള ക്രൈറ്റീരിയ ആയിട്ട് വരുന്നത് അതിൻ്റെ തീം എന്താണെന്നുള്ളത്. അപ്പോൾ ഒരേ തീം വരുന്ന സിനിമകളൊക്കെ ഒരേ ജനറായിട്ട് കാറ്റഗറൈസ് ചെയ്യും. അതുപോലെ തന്നെ അതിൻ്റെ ടോപ്പിക്, മൂഡ്, ഫോർമാറ്റ്, ടാർഗറ്റ് ഓഡിയൻസ് ആരാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ടാണ് ഇത് കാറ്റഗറൈസ് ചെയ്യുന്നത്. നരേറ്റീവ്, അവാൻഗാർഡ്, ഡോക്യുമെൻ്ററി, ഫീച്ചർ ഫിലിംസ്, ഷോർട്ട് ഫിലിംസ് ഇവയാണ് നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന ജനേഴ്സ്. നരേറ്റീവ് ഫിലിംസ് നമ്മൾ സാധാരണ തിയേറ്ററുകളിൽ കാണുന്ന ഭൂരിഭാഗം സിനിമകളും ഈ ഒരു കാറ്റഗറിയിൽ വരുന്നതാണ്. ടെൽ ഫിക്ഷണൽ ഓർ ഫിക്ഷണലൈസ്ഡ് സ്റ്റോറീസ് വിത്ത് ബിലീവബിൾ നരേറ്റീവ്സ് ആൻഡ് ക്യാരക്ടേഴ്സ്. നരേറ്റീവ് ഫിലിമിൻ്റെ സവിശേഷത എന്ന് പറയുന്നത് അത് ബിലീവബിൾ ആയിരിക്കും. അതായത് റിയൽ ലൈഫുമായിട്ട് സിമിലർ ആയിട്ടുള്ള കഥകളായിരിക്കും അതിനകത്ത് അവതരിപ്പിക്കുന്നുണ്ടായിരിക്കാം. സ്ക്രീൻ പ്ലേസ് ഫോക്കസ് ഓൺ മെയിൻറ്റെയിനിങ് റിയലിസം. അതുകൊണ്ട് തന്നെ അതിൻ്റെ സ്ക്രീൻ പ്ലേ, അതിൻ്റെ സ്ക്രിപ്റ്റ്, ഡയലോഗ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒരു റിയാലിറ്റി കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കും. നിത്യജീവിതത്തിൽ സംഭവിക്കുന്നതായിട്ടുള്ള ഒരു വിശ്വസനീയമായിട്ടുള്ള കഥ എന്നുള്ള രീതിയിലാണ് ഇതിലുള്ള കാര്യങ്ങൾ വരുന്നത്. ക്രിയേറ്റിംഗ് ബിലീവബിൾ ആൻഡ് റിലേറ്റബിൾ ക്യാരക്ടേഴ്സ് വിത്ത് മോട്ടിവേഷൻസ് ആൻഡ് ഗോൾസ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് ആ ക്യാരക്ടേഴ്സിൻ്റെ മോട്ടിവേഷൻസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് സാധാരണ ജീവിതത്തിൽ ആളുകൾക്ക് ഉണ്ടാവുന്നതായിട്ടുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഇതിലുണ്ടായിരിക്കുക. ദ ഡയലോഗ്സ് റിസംബിൾ റിയാലിറ്റി. അതുപോലെ തന്നെ അവരുപയോഗിക്കുന്ന ഡയലോഗുകളൊക്കെ സാധാരണ ജീവിതത്തിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയൊക്കെ തന്നെയായിരിക്കും ഉപയോഗിക്കുന്നുണ്ടായിരിക്കുക. നരേറ്റീവ് സിനിമ ബിക്കം പോപ്പുലർ ഇൻ ദി ഏർലി 20th century, emphasizing clear storytelling. ഏർലി 20th century മുതൽ തന്നെ നരേറ്റീവ് സിനിമ പ്രൊമിനൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ നമുക്ക് സാധാരണ സിനിമയെ കുറിച്ചിട്ട് അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. അതായത് വിശ്വസനീയമായിട്ടുള്ളൊരു കഥയായിരിക്കും. ഡയലോഗുകൾ പറയുന്നതും ക്യാരക്ടേഴ്സിനെ അവതരിപ്പിക്കുന്നതൊക്കെ സാധാരണ ജീവിതത്തിലുള്ളത് പോലെയുള്ള രീതിയിലാണ് നരേറ്റീവ് ഫിലിംസിനകത്ത് വരുന്നത്. അവാൻഗാർഡ് ഫിലിംസ്. എക്സ്പെരിമെൻ്റൽ ആൻഡ് ഡിഫറെൻറ്റ് ഫ്രം മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിംഗ്. അവാൻഗാർഡ് ഫിലിംസ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ ആർട്ട് സിനിമ, അവാർഡ് സിനിമ എന്നൊക്കെ പറയുന്ന രീതിയിലുള്ളതാണ്. അതിനകത്ത് മെയിൻ സ്ട്രീം കൊമേഴ്ഷ്യൽ ഫിലിം മേക്കിംഗ് രീതിയിൽ നിന്ന് വ്യത്യസ്തതകൾ ഉണ്ടായിരിക്കും. ദ പ്രയോറിറ്റൈസ് വിഷ്വൽ ലാംഗ്വേജ്, സൗണ്ട് ഡിസൈൻ ആൻഡ് അൺകൺവെൻഷണൽ എഡിറ്റിംഗ് ഓവർ എ ക്ലിയർ ലീനിയർ നരേറ്റീവ്. ഒരു നരേറ്റീവ് സിനിമയിൽ ഉള്ളതുപോലെ കഥ പറയുന്നതല്ല ഇതിനകത്ത് ഉണ്ടായിരിക്കുക. ഇതിൽ വിഷ്വൽസിനും അതുപോലെ സൗണ്ടിനും എഡിറ്റിങ്ങിനൊക്കെ വലിയ ഇമ്പോർട്ടൻസ് അവർ കൊടുക്കുന്നുണ്ട്. The primary focus is often artistic expression, social commentary or philosophical exploration. നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു ആർട്ട് സിനിമ എന്നുള്ളൊരു കാറ്റഗറിയിൽ വരുന്നത് കൊണ്ട് തന്നെ ഇതിൻ്റെ മെയിൻ ഫോക്കസ് എന്ന് പറയുന്നത് ഒരു കഥ പറയുന്നതിലല്ല, അതിൻ്റെ ഒരു തീം അല്ലെങ്കിൽ ഒരു ഐഡിയ ആളുകളിലേക്ക് കൺവേ ചെയ്യുന്നതാണ്. അത് ഒരു സോഷ്യൽ കമൻ്ററി, ഒരു സാമൂഹിക വിഷയത്തെ കുറിച്ചിട്ടുണ്ടായിരിക്കാം, അതല്ലെങ്കിൽ ഒരു ഫിലോസഫിക്കൽ തോട്ടായിരിക്കാം, അതല്ലെങ്കിൽ നേരത്തെ പറഞ്ഞതുപോലെ ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എക്സ്പ്രഷൻ ആയിരിക്കാം അതിനകത്ത് ഉദ്ദേശിക്കുന്നത്. ദ ഗോൾ ഈസ് ഓഫ്റ്റൻ ടു പ്ലേസ് ദ വ്യൂവർ ഇൻ എ മോർ ആക്റ്റീവ് ആൻഡ് മോർ തോട്ട്ഫുൾ റിലേഷൻഷിപ്പ് ടു ദ ഫിലിം. ഇതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് കഥ പറഞ്ഞു പോകുന്ന രീതിയല്ല എന്നുള്ളത് കൊണ്ട് തന്നെ ഇതിൻ്റെ വിഷ്വൽസിനും സൗണ്ടിനും ഒക്കെ ഇമ്പോർട്ടൻസ് ഉള്ളത് കൊണ്ട് ഈ വ്യൂവേഴ്സ് ഒരു ആക്റ്റീവ് റോളിലാണ് ഈ സിനിമ കാണുന്ന സമയത്ത് വരുന്നത്. കാരണം അവരത് ഇൻ്റർപ്രിറ്റ് ചെയ്യണം എന്നുള്ള രീതിയിലേക്കാണ് ഈ സിനിമ അവതരിപ്പിച്ചിട്ടുണ്ടായിരിക്കുക. അപ്പോൾ അവാൻഗാർഡ് ഫിലിമിനകത്ത് നമ്മൾ പൊതുവിൽ പറയുന്നത് നമ്മൾ ആർട്ട് ഫിലിം അല്ലെങ്കിൽ അവാർഡ് ഫിലിം എന്ന് പറയുന്ന ഒരു സംവിധാനമാണ്. മെയിൻ സ്ട്രീം സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായിരിക്കും അതിനകത്ത് ഉണ്ടായിരിക്കുക. അതിനകത്ത് ഒരു തീം അല്ലെങ്കിൽ ഐഡിയ, ഒരു സോഷ്യൽ തോട്ട് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ തോട്ട് കൺവേ ചെയ്യുന്നതിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. അതുപോലെ തന്നെ അതിൻ്റെ ഒരു അവതരണവും ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള രീതിയിലാണ് വരുന്നത്. അടുത്തത് ഡോക്യുമെൻ്ററി ഫിലിംസ്. ഡോക്യുമെൻ്ററി നമുക്ക് പരിചിതമായിട്ടുള്ളൊരു വാക്കാണ്. Aim to document reality but often construct a narrative.
ഡോക്യുമെന്റിനകത്ത് ഫിക്ഷൻ അല്ല സാധാരണ ഉണ്ടായിരിക്കും, അതായത് ഉണ്ടാക്കിയ കഥകളായിരിക്കില്ല. ഒരു റിയൽ സ്റ്റോറി, റിയൽ സംഭവം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഡോക്യുമെന്ററിക്കകത്ത് സാധാരണഗതിക്ക് അവതരിപ്പിക്കാറുള്ളത്. ഇൻക്ലൂഡ് പ്രൊപ്പഗാൻഡ ഫിലിംസ് ആൻഡ് ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്ററീസ്. ഇനി റിയൽ കാര്യങ്ങളാണ് എന്നുണ്ടെങ്കിലും അതിനകത്ത് ഒരു നരേറ്റീവ് വരാറുണ്ട്, അല്ലെങ്കിൽ ഒരു പെർസ്പെക്റ്റീവ് വരാറുണ്ട്. ആ ഡോക്യുമെന്ററിയിൽ ഏതെങ്കിലും ഒരു പക്ഷത്ത് ചേർന്നുകൊണ്ടൊക്കെ അവതരിപ്പിക്കുന്ന സംവിധാനങ്ങളൊക്കെ വരാറുണ്ട്. അതിനാണ് പ്രൊപ്പഗാൻഡ ഫിലിംസ് എന്ന് പറയുന്നത്. പിന്നെ ഹിസ്റ്റോറിക്കൽ ഡോക്യുമെന്ററീസ്, ചരിത്ര സംഭവങ്ങളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ ഡോക്യുമെന്ററിക്കകത്ത് വരാറുണ്ട്. ഇന്റർവ്യൂസ്, ആർക്കൈവൽ ഫുട്ടേജ് ആൻഡ് വോയിസ് ഓവർ നരേഷൻ ഈസ് യൂസ്ഡ്. ഇനി ഡോക്യുമെന്ററിക്കകത്ത് സാധാരണ ഉപയോഗിക്കുന്ന നരേറ്റീവ് ടെക്നിക്കുകൾ എന്ന് പറയുന്നത് ഇന്റർവ്യൂസ് ഉപയോഗിക്കാറുണ്ട്. ഈ എക്സ്പേർട്ടുകളുടെ അല്ലെങ്കിൽ വിറ്റ്നസ്സുകളുടെ, അങ്ങനെയുള്ള ആളുകളുടെയൊക്കെ ഇന്റർവ്യൂസ്. അതുപോലെ തന്നെ ആർക്കൈവൽ ഫുട്ടേജ്, അതായത് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഫുട്ടേജുകളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. കൂടാതെ വോയിസ് ഓവർ നരേഷൻ, ഈ ഡോക്യുമെന്ററി ഇങ്ങനെ ഒരു കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു നരേറ്റർ ഇങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യുന്ന രീതിയിൽ ഒരു ബാക്ക്ഗ്രൗണ്ട് ആയിട്ട് വരുന്ന സംവിധാനങ്ങളൊക്കെ ഡോക്യുമെന്ററിക്കകത്ത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. ഫീച്ചർ ഫിലിംസ്, ഷോർട്ട് ഫിലിംസ് എന്നിവ കാറ്റഗറൈസ് ചെയ്യപ്പെടുന്നത് പ്രധാനമായിട്ടും അതിന്റെ ലെങ്തിന് മാത്രം പരിഗണിച്ചുകൊണ്ടാണ്. ഫുൾ ലെങ്ത് ഫിലിംസ് റണ്ണിങ് ഫോർ 40 to 210 മിനിറ്റ്സ്. സാധാരണഗതിക്ക് നമ്മൾ തിയേറ്ററുകളിലൊക്കെ കാണുന്ന ഒരു 40 മിനിറ്റ് മുതൽ ഒരു 210 മിനിറ്റ് വരെയൊക്കെ വരുന്ന സിനിമകളാണ് ഫീച്ചർ ലെങ്ത് ഫിലിമിനകത്ത് വരുന്നത്. Originated in the early 20th century, first feature film was The Story of the Kelly Gang in 1906. 20ാം നൂറ്റാണ്ടിന്റെ തുടക്കം മുതൽ ഈ ഫീച്ചർ ഫിലിമുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. ഓസ്ട്രേലിയയിൽ നിന്നുള്ള ദ സ്റ്റോറി ഓഫ് ദ കെല്ലി ഗാങ് എന്നുള്ളതാണ് ആദ്യത്തെ ഫീച്ചർ ഫിലിമായിട്ട് കണക്കാക്കപ്പെടുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് സിറ്റിസൺ കെയ്ൻ, ദ ഗോഡ് ഫാദർ ആൻഡ് 2001 എ സ്പേസ് ഒഡീസി. ഒരുപാട് എക്സാമ്പിൾസ് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഇപ്പോൾ ഗോഡ് ഫാദർ, സ്പേസ് ഒഡീസി മാത്രമല്ല, മലയാളത്തിൽ ഉൾപ്പെടെ നമ്മൾ കാണുന്ന മിക്കവാറും സിനിമകൾ തിയേറ്ററിൽ കാണുന്നതെല്ലാം ഫീച്ചർ ഫിലിം എന്നുള്ള കാറ്റഗറിയിൽ വരുന്നതാണ്. നമ്മൾ നേരത്തെ പറഞ്ഞു, അതിന്റെ നരേഷൻ ഒന്നുമല്ല അവിടെ ഉദ്ദേശിക്കുന്നത്, അത് എത്ര ലെങ്ത് വരുന്നുണ്ട് എന്നതിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് അത് ഫീച്ചർ ഫിലിം ആണോ ഷോർട്ട് ഫിലിം ആണോ എന്നുള്ളത് തീരുമാനിക്കുന്നത്. അപ്പോൾ സാധാരണഗതിക്ക് ഒരു അരമണിക്കൂറിൽ കൂടുതൽ ദൈർഘ്യമുള്ള സിനിമകളെയാണ് നമ്മൾ ഫീച്ചർ ഫിലിംസ് എന്ന് പറയുന്നത്. ഇനി ഇതിന്റെ ഓപ്പോസിറ്റ് ആണ് ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത്. ക്യാരക്ടറൈസ്ഡ് ബൈ ഷോർട്ട് ഡ്യൂറേഷൻ, ഇന്നോവേറ്റീവ് ഇഷ്യൂസ് ആൻഡ് എക്സ്പെരിമെന്റൽ നേച്ചർ. ഷോർട്ട് ഫിലിംസ് എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞതിന്റെ ഓപ്പോസിറ്റ് ആണ്. അതായത് 30 മിനിറ്റിൽ കുറവുള്ള സിനിമകളാണ്, ചെറിയ സിനിമകളാണ് ഷോർട്ട് ഫിലിംസിനകത്ത് വരുന്നത്. യൂഷ്വലി ബിലോ 30 മിനിറ്റ്സ് ഡ്യൂറേഷൻ. ഇമ്പോർട്ടൻറ്റ് ഫോർ ന്യൂ ഫിലിം മേക്കേഴ്സ് ടു പ്രാക്ടീസ് സ്കിൽസ്. സാധാരണഗതിക്ക് ഈ പുതിയതായിട്ട് സിനിമാ രംഗത്തേക്ക് കടന്നു വരുന്ന ആളുകൾ അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ ഷോർട്ട് ഫിലിംസ് ഉപയോഗിക്കുന്നുണ്ട്. ഓഫ്റ്റൻ സ്ക്രീൻഡ് അറ്റ് ഫിലിം ഫെസ്റ്റിവൽസ് ആൻഡ് ക്യാൻ ക്വാളിഫൈ ഫോർ അക്കാഡമി അവാർഡ്സ്. മറ്റൊരു കാര്യം വരുന്നത് ഷോർട്ട് ഫിലിമുകൾ അവാർഡുകൾക്ക് വേണ്ടി പരിഗണിക്കപ്പെടുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ആളുകൾ ഷോർട്ട് ഫിലിംസ് തയ്യാറാക്കാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്കറിയാം, ഷോർട്ടായത് കാരണം കൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു ചെറിയൊരു തീം അല്ലെങ്കിൽ ചെറിയൊരു സീൻ മാത്രമേ അതിനകത്ത് അവതരിപ്പിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. 30 മിനിറ്റിൽ താഴെ വരുന്ന 2 മിനിറ്റ് 5 മിനിറ്റ് വരെയുള്ള ഷോർട്ട് ഫിലിംസ് ഉൾപ്പെടെ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇനി നമുക്ക് വരുന്നത് സബ് ജനേഴ്സ് ആണ്. അതായത് ഈ പറഞ്ഞ 5 കാറ്റഗറിക്ക് അപ്പുറത്തേക്ക് അതിന്റെ തീമിനെ ബേസ് ചെയ്തുകൊണ്ട് വീണ്ടും നമുക്ക് സിനിമകളെ കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി സാധിക്കും. അതാണ് നമുക്ക് സബ് ജനേഴ്സിൽ വരുന്നത്. ആദ്യം വരുന്നത് ത്രില്ലർ. ത്രില്ലർ എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് ഉദ്ദേശിക്കുന്നുള്ളത്. ത്രില്ലർ ഇസ് എ ജനർ ഇൻ ലിറ്ററേച്ചർ, ഫിലിം ആൻഡ് TV ദാറ്റ് യൂസസ് സസ്പെൻസ് ആൻഡ് എക്സൈറ്റ്മെന്റ്. നമുക്ക് കാണുന്ന ആളുകൾക്ക് സസ്പെൻസ് ഉണ്ടാക്കുന്ന സിനിമകളെയാണ് നമ്മൾ ത്രില്ലർ സിനിമകൾ എന്ന് പറയുന്നത്. ഇറ്റ് എയിംസ് ടു കീപ് ദി ഓഡിയൻസ് അലേർട്ട് ആൻഡ് ഓൺ എഡ്ജ്. ഓഡിയൻസിനെ എപ്പോഴും ഇങ്ങനെ സസ്പെൻസ് കീപ്പ് ചെയ്തുകൊണ്ട് നിലനിർത്തുക എന്നുള്ളതാണ് ഈ ഒരു സിനിമ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. കോമൺ സബ് ജനേഴ്സ് ഇൻക്ലൂഡ് സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ്, ക്രൈം ത്രില്ലേഴ്സ് ആൻഡ് മിസ്റ്ററി ത്രില്ലേഴ്സ്. ഇതിനകത്ത് തന്നെ പലതരത്തിലുള്ള ത്രില്ലേഴ്സ് ഉണ്ട്. ക്രൈം ത്രില്ലർ നമ്മൾ കണ്ടിട്ടുള്ള സിനിമകളായിരിക്കും, അതുപോലെ തന്നെ സൈക്കോളജിക്കൽ ത്രില്ലേഴ്സ് എന്ന രീതിയിലൊക്കെ വേറെയും വരുന്നുണ്ട്. ക്യാരക്ടേഴ്സ് ഇൻക്ലൂഡ് ക്രിമിനൽസ്, സ്റ്റോക്കേഴ്സ്, അസാസിൻസ്, ഇന്നസെന്റ് വിക്ടിംസ് ആൻഡ് മോർ. സ്വാഭാവികമായിട്ടും ഇത്തരം സിനിമകളിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത് നമുക്ക് ക്രിമിനൽസോ അതല്ലെങ്കിൽ അതേപോലെ വരുന്ന ആളുകളൊക്കെയാണ് നമുക്കതിൽ വരുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ആൽഫ്രഡ് ഹിച്ച്കോക്സ് ഫിലിംസ് ആൻഡ് ഹറോൾഡ് ബേക്കേഴ്സ് മാലിസ്. ഇനി ത്രില്ലർ സിനിമകൾ ലോകത്ത് തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ളത് ആൽഫ്രഡ് ഹിച്ച്കോക്ക് ആണ്. അദ്ദേഹത്തിന്റെ സിനിമകളൊക്കെ ഇതിന്റെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാവുന്നതാണ്. അടുത്തത് മെലോഡ്രാമ. മെലോഡ്രാമ എക്സാജറേറ്റ്സ് പ്ലോട്ട് ആൻഡ് ക്യാരക്ടേഴ്സ് ടു അപ്പീൽ ടു ഇമോഷൻസ്.
മെലോ ഡ്രാമ എന്ന് പറയുന്നത് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ്. അതായത് റിയൽ സ്റ്റോറിയോ റിയൽ ക്യാരക്ടേഴ്സോ തന്നെ ആണെങ്കിലും നമ്മൾ സാധാരണ ജീവിതത്തിൽ കാണുന്നതിനേക്കാളും കുറച്ച് എക്സാഗ്രേറ്റ് ചെയ്തിട്ട് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നതാണ് മെലോ ഡ്രാമയിൽ വരുന്നത്. ഇറ്റ് ഓഫ്റ്റൻ ഫീച്ചേഴ്സ് എക്സാജറേറ്റഡ് ഇമോഷൻസ്, സ്റ്റീരിയോടൈപ്പിക്കൽ ക്യാരക്ടേഴ്സ് ആൻഡ് ഇന്റർപേഴ്സണൽ കോൺഫ്ലിക്ട്സ്. അതിനകത്ത് നമുക്ക് മലയാള സിനിമകൾ ഉൾപ്പെടെ ഒരുപാട് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുന്നത്. അതായത് കുടുംബ സിനിമകൾ, കുടുംബ ബന്ധങ്ങൾ, സൗഹൃദങ്ങൾ ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അങ്ങനെയുള്ള തീമുകളൊക്കെ അതിനകത്ത് വരാം. അങ്ങനെ ഇമോഷണൽ ആയിട്ട് വരുന്ന കാര്യങ്ങളാണ് ഇതിനകത്ത് അവതരിപ്പിക്കുന്നത്. തീംസ് ഇൻക്ലൂഡ് ക്രൈസിസ് ഓഫ് ഹ്യൂമൻ ഇമോഷൻ, ഫെയിൽഡ് റൊമാൻസ്, ട്രാജഡി ആൻഡ് ഹാർഡ്ഷിപ്പ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഹ്യൂമൻ റിലേഷൻസ്, ഇമോഷൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് തീംസ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ഡഗ്ലസ് സിർക്സ് ഫിലിംസ് ആൻഡ് TV മൂവീസ് ലൈക്ക് മൊമെന്റ് ഓഫ് ട്രൂത്ത്. ഇതിന് ഈ എക്സാമ്പിളുകൾക്ക് പുറമെ നമുക്ക് ഒരുപാട് എക്സാമ്പിൾസ് പറയാൻ വേണ്ടി സാധിക്കും. അതായത് ഈ ക്യാരക്ടേഴ്സ് കുറച്ചുകൂടി ഇമോഷണൽ ആയിട്ട് വരുന്ന രീതിയിലുള്ള സിനിമകൾ നമ്മൾ മലയാളത്തിൽ ഉൾപ്പെടെ ഒരുപാട് കാണാറുള്ളതാണ്. മ്യൂസിക്കൽ ഫിലിംസ്. ഇനി ഇന്ത്യൻ സിനിമകൾ, മലയാള സിനിമ ഉൾപ്പെടെയുള്ള ഇന്ത്യൻ സിനിമകൾ ഉൾപ്പെടുന്ന മറ്റൊരു കാറ്റഗറിയാണ് മ്യൂസിക്കൽ ഫിലിംസ് എന്ന് പറയുന്നത്. മ്യൂസിക്കൽ ഫിലിംസ് ഫീച്ചർ സോങ്സ് സങ് ബൈ ക്യാരക്ടേഴ്സ് ഇന്റർവോവൻ ഇൻ ടു ദ നരേറ്റീവ്സ്. ക്യാരക്ടേഴ്സ് ഇടയ്ക്ക് പാട്ട് പാടുന്ന സാഹചര്യമൊക്കെ വരുന്ന സിനിമകളാണ് നമുക്ക് മ്യൂസിക്കൽ ഫിലിംസിൽ വരുന്നത്. ഇനി വിദേശ ഭാഷാ സിനിമകൾ, യൂറോപ്യൻ അതുപോലെ തന്നെ അമേരിക്കൻ സിനിമകളിൽ അത്തരത്തിലുള്ള എലിമെന്റ്സ് കുറവായിരിക്കും എന്നുള്ളത് നമുക്ക് സിനിമ കണ്ടിട്ടുള്ള പരിചയത്തിൽ തന്നെ അറിയാവുന്നതാണ്. പക്ഷേ ഇന്ത്യൻ ഭാഷയിലുള്ള സിനിമകൾ വ്യത്യസ്തമാണ്. അതിൽ 4-5 പാട്ടുകളൊക്കെ ഒരുപക്ഷെ ഒരു സിനിമയിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഇവർ പോപ്പുലർ ഫ്രം ദ 1930s ടു ദ 1960s. ഇനി നമ്മുടെ യൂറോപ്യൻ അമേരിക്കൻ കണ്ടക്സ്റ്റിലാണെങ്കിൽ 30s to 60s അത്തരം സിനിമകൾ ഉണ്ടായിരുന്നു. നമ്മുടെ നാട്ടിലൊക്കെ ഇപ്പോഴും ഉണ്ട് നമുക്ക് പറയാം. എക്സാമ്പിൾസ് ഇൻക്ലൂഡ് ദ ജാസ് സിംഗർ ആൻഡ് ദ ബ്രോഡ്വേ മെലഡി. ഇനി അമേരിക്കൻ സിനിമയെ ഉപയോഗിച്ചുകൊണ്ട് പറയുകയാണെങ്കിൽ ഈ 2 സിനിമകളാണ് നമുക്കതിൻ്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയാവുന്നത്. ഇനി വരുന്നത് ഹൊറർ ഫിലിംസ് ആണ്. ഹൊറർ ഫിലിംസ് സീക്ക് ടു എലിസിറ്റ് നെഗറ്റീവ് ഇമോഷണൽ റിയാക്ഷൻസ്, ഓഫ്റ്റൻ ഫീച്ചറിംഗ് ദി മക്കാബ്രെ ആൻഡ് സൂപ്പർ നാച്ചുറൽ. ഹൊറർ ഫിലിംസ് നമുക്കറിയാം ആളുകളെ പേടിപ്പെടുത്തുന്ന തരത്തിലുള്ള സിനിമകളാണ്. അതിനകത്ത് സൂപ്പർ നാച്ചുറൽ, പ്രേതങ്ങൾ, ഭൂതങ്ങൾ, അതല്ലെങ്കിൽ ഏതെങ്കിലും ക്രിമിനലുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അതിനകത്തൊക്കെ വരുന്നത്. തീംസ് ഇൻക്ലൂഡ് ഗോസ്റ്റ്, വാമ്പയേഴ്സ്, കേഴ്സസ് ആൻഡ് മോൺസ്റ്റേഴ്സ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രേതം, ഭൂതം, പിശാച് അങ്ങനെയുള്ള സംവിധാനങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും ശാപം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ തീംസ് ആയിട്ട് വരുന്നത്. ഏർലി ഹൊറർ ഫിലിംസ് ഇൻക്ലൂഡ് ജോർജസ് മിലൻസ് വർക്ക്സ് ആൻഡ് FW മൊർണോസ് നൊസ്ഫെറാതു. ഇനി ഹൊറർ ഫിലിമുകളുടെ ഹിസ്റ്ററിയിൽ നൊസ്ഫെറാതു എന്ന് പറയുന്ന ഒരു സിനിമ ഉണ്ട്, ജർമ്മൻ സിനിമയാണ്. അത് ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ളതും അതിൻ്റെ ഒരു പ്രൈം എക്സാമ്പിൾ ആയിട്ടും കണക്കാക്കപ്പെടുന്നതാണ്. എക്സാമ്പിൾസ് ഓഫ് മോഡേൺ ഹൊറർ ഫിലിംസ് ഇൻക്ലൂഡ് മൈ ബ്ലഡി വാലന്റൈൻ ആൻഡ് ഹലോവീൻ. ഇനി നമുക്കറിയാം, നമ്മൾ തന്നെ കണ്ട സിനിമകളിൽ നമുക്ക് വേറെയും എക്സാമ്പിൾസ് ഒരുപാട് എടുത്തു പറയാൻ സാധിക്കും. പിന്നെ ഹൊറർ ഫിലിംസ് നമ്മൾ കാണുന്ന സിനിമകൾ എന്നുള്ള രീതിയിൽ അതിനെക്കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് എഴുതാൻ സാധിക്കാവുന്നതുമാണ്. അടുത്തത് വെസ്റ്റേൺ. വെസ്റ്റേൺ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അമേരിക്കൻ വൈൽഡ് വെസ്റ്റിനെയാണ്. ഈ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, അമേരിക്കയിൽ ആദ്യം ഇതുപോലെ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകളൊന്നുമല്ല ഉണ്ടായിരുന്നത്. അവിടെ റെഡ് ഇന്ത്യൻസ് ഒക്കെയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇംഗ്ലീഷ് സംസാരിക്കുന്ന ആളുകൾ അവിടേക്ക് കുടിയേറി പാർത്തു വന്നിട്ടുള്ള ആളുകളാണ്. അങ്ങനെയുള്ള കുടിയേറ്റക്കാരുടെ ജീവിതവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് പൊതുവിൽ അമേരിക്കൻ വൈൽഡ് വെസ്റ്റ് എന്ന് പറയുന്നത്. അത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. ജനർ ഇൻ വിഷ്വൽ ആർട്സ് സെറ്റ് ഇൻ ദി അമേരിക്കൻ ഓൾഡ് വെസ്റ്റ് often depicts conflicts between settlers and natives or ranchers and farmers. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സെറ്റിലേഴ്സിന്റെ കാര്യങ്ങളാണ് അതിനകത്ത് വരുന്നത്. അവിടെ സെറ്റിൽ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ, അവിടെ നേറ്റീവ്സുമായിട്ടുള്ള ആളുകളുമായിട്ടുള്ള കൺഫ്ലിക്റ്റ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ഇതിനകത്ത് ഉണ്ടാവുന്നത്. തീംസ് ഇൻക്ലൂഡ് ദ കോൺക്വസ്റ്റ് ഓഫ് ദ വൈൽഡ്നെസ് ആൻഡ് സബോർഡിനേഷൻ ഓഫ് നേച്ചർ. ഇനി കുടിയേറ്റക്കാരുടെ സിനിമ എന്നുള്ള രീതിയിൽ അവിടെ ഇങ്ങനെ സെറ്റിൽ ചെയ്ത് വന്നിട്ടുള്ള ആളുകൾ അവിടുത്തെ ഈ നേച്ചറിനെ, അവിടെ അവർ ഭൂമി ഇങ്ങനെ പിടിച്ചടക്കുന്നതും അതുപോലെ തന്നെ അവിടെ ഈ വെട്ടിത്തെളിച്ചിട്ട് അവിടെ അവർ കൃഷി ചെയ്യുന്ന രീതിയിലേക്ക് മാറ്റിയെടുക്കുന്നതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് വരുന്നത്. ടിപ്പിക്കലി ഫീച്ചേഴ്സ് കൗബോയ്സ് ഓർ ഗൺ ഫൈറ്റേഴ്സ് ആസ് എ പ്രൊട്ടഗോണിസ്റ്റ്. ഇനി ആ ഒരു കാലഘട്ടത്തിന്റെ മറ്റൊരു സവിശേഷത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ആളുകൾ വന്ന് കുടിയേറി പാർക്കുക, അതുപോലെ തന്നെ അവരിങ്ങനെ ഭൂമി പിടിച്ചെടുക്കാൻ നോക്കുക, ഒരുപാട് ഫൈറ്റും കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു കാലഘട്ടമായിരിക്കും. അപ്പോൾ അത്തരത്തിൽ കൗബോയ്സും അതുപോലെ ഗൺ ഫൈറ്റേഴ്സ് ഒക്കെ ഇതിൽ ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നുണ്ട്. സെറ്റിംഗ്സ് ഇൻക്ലൂഡ് ഐസൊലേറ്റഡ് ഫോർട്ട്സ്, റാഞ്ചസ് ആൻഡ് ഫ്രണ്ടിയർ ടൗൺസ്. അപ്പോൾ അങ്ങനെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഇങ്ങനെ കോട്ടകൾ, അതുപോലെ തന്നെ ഈ പുതിയതായിട്ട് നിർമ്മിച്ചു വരുന്ന ടൗണുകൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൻ്റെ സെറ്റിലായിട്ട് വരുന്നത്. ഡിക്ലൈൻഡ് ഇൻ ഹോളിവുഡ് ഇൻ ദ ലേറ്റ് 1920s ബട്ട് റിവൈവ്ഡ് ഇൻ 1939 വിത്ത് സ്റ്റേക്ക് കോച്ച്.
ഇനി ആദ്യഘട്ടത്തിൽ ഇത്തരം സിനിമകൾ വളരെ പോപ്പുലർ ആയിരുന്നെങ്കിലും പിന്നീട് അതിന്റെ പോപ്പുലാരിറ്റി നഷ്ടപ്പെട്ടു. പിന്നീട് 1940s കൂടിയിട്ടൊക്കെയാണ് ഇത്തരം സിനിമകൾ വീണ്ടും രംഗത്തേക്ക് വരുന്നത്. ഫാന്റസി ഫാന്റസി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്പൈഡർമാൻ, ബാറ്റ്മാൻ, സൂപ്പർമാൻ തുടങ്ങിയിട്ടുള്ള സിനിമകളൊക്കെ വരുന്ന രീതിയിലുള്ളതാണ്. മലയാളത്തിൽ നമുക്ക് അതിന് ഉദാഹരണമായിട്ട് പറയുന്നത് ഇപ്പോൾ ഈ അടുത്തിറങ്ങിയിട്ടുള്ള മിന്നൽ മുരളി എന്ന് പറയുന്ന സിനിമയാണ്. അത്തരത്തിലുള്ള സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള മാജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ വരുന്നതാണ് ഫാന്റസിയിൽ ഉണ്ടാവുന്നത്. കോമൺ എലിമെന്റ്സ് ഇൻക്ലൂഡ് മാജിക്കൽ ക്രിയേച്ചേഴ്സ്, ആൻഷ്യൻ റിലീക്സ് ആൻഡ് മിസ്റ്റിക്കൽ എക്സ്പീരിയൻസസ്. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലുള്ള മാജിക്കൽ ക്രിയേച്ചേഴ്സ്, അതല്ലെങ്കിൽ ഈ ഏൻഷ്യൻ റിലീക്സ്, പുരാണത്തിൽ നിന്നുള്ള അങ്ങനത്തെ കഥാപാത്രങ്ങൾ തുടങ്ങിയിട്ടുള്ളതൊക്കെയാണ് ഇതിലുണ്ടാവുന്നത്. സബ്ജനേഴ്സ് ഇൻക്ലൂഡ് ഹൈ ഫാന്റസി ആൻഡ് സോർഡ് ആൻഡ് സോഴ്സറി. ഇനി ഇതിൽ തന്നെ പല കാറ്റഗറൈസ് ഉണ്ടായിരിക്കും. അത് ഒന്ന് വരുന്നത് ഈ മന്ത്രവാദവുമായി ബന്ധപ്പെട്ടിട്ടുള്ള തീമൊക്കെ, നമ്മുടെ ഹാരി പോട്ടർ തുടങ്ങിയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ സൂപ്പർ ഹ്യൂമൻ ക്യാരക്ടേഴ്സ് ആയിട്ടുള്ള ബാറ്റ്മാൻ, സൂപ്പർമാൻ, അങ്ങനെ വരുന്നതൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും അതിനെ കാറ്റഗറൈസ് ചെയ്യാൻ സാധിക്കും. ഫീച്ചേഴ്സ് ക്യാരക്ടേഴ്സ് ലൈക്ക് പ്രിൻസസ്, വിസാർഡ്സ് ആൻഡ് മിത്തിക്കൽ ക്രിയേച്ചേഴ്സ്. അതിൽ രാജകുമാരന്മാർ അല്ലെങ്കിൽ മന്ത്രവാദികൾ, അതല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള ആളുകളൊക്കെയാണ് ക്യാരക്ടേഴ്സ് ആയിട്ട് വരുന്നത്. പോപ്പുലറൈസ്ഡ് ബൈ വർക്ക്സ് ലൈക്ക് J.R.R. ടോക്കിൻസ്, ദ ലോർഡ് ഓഫ് ദ റിങ്സ്. നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ലോർഡ് ഓഫ് ദ റിങ്സ് മാത്രമല്ല, ഹാരി പോട്ടർ ഉണ്ട്, സൂപ്പർമാൻ, സ്പൈഡർമാൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് പറയാം. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത് ഫിലിം നോയർ ആണ്. അതൊരു ഡാർക്ക് ജനർ ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. സ്റ്റൈലിഷ് ഹോളിവുഡ് ഡ്രാമാസ് വിത്ത് ഫാറ്റലിസ്റ്റിക് തീംസ് ലൈക്ക് ക്രൈം, ബിട്രയൽ ആൻഡ് മോറൽ കറപ്ഷൻ. ഇതിനകത്ത് ക്രൈം, അതുപോലെ തന്നെ വഞ്ചന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് തീംസ് ആയിട്ട് വരുന്നത്. അസോസിയേറ്റഡ് വിത്ത് ലോക്കി ലൈറ്റിംഗ് ആൻഡ് ഡച്ച് ആംഗിൾ ഷോട്ട്സ്. ഇതിന്റെ ലൈറ്റിംഗ് എന്ന് പറയുന്നത് വളരെ ലോ ആയിരിക്കും. ഇത് ഷാഡോ ഒക്കെ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ഇരുട്ട് നിറഞ്ഞ അന്തരീക്ഷമൊക്കെ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉള്ള ഒരു സെറ്റിങ്സ് ഒക്കെയാണ് ഇത്തരം സിനിമകളിൽ ഉണ്ടാവുന്നത്. ഡച്ച് ആംഗിൾ ഷോട്ട്സ് എന്ന് പറയുന്നത് ഇങ്ങനെ ടിൽറ്റഡ് ആയിട്ടുള്ള ക്യാമറയാണ്, അതായത് ഇങ്ങനെ ചെരിഞ്ഞുകൊണ്ട് കാണുന്ന രീതിയിലുള്ള സംവിധാനങ്ങളൊക്കെ, അങ്ങനെയുള്ള രീതികളൊക്കെ ഇതിനകത്ത് ഉപയോഗിക്കാറുണ്ട്. ഫീച്ചേഴ്സ് മോറലി ആംബിഗസ് ക്യാരക്ടേഴ്സ് ആൻഡ് ഡാർക്ക് പെസിമിസ്റ്റിക് ടോൺ. ഇതിലെ ക്യാരക്ടേഴ്സ് എന്ന് പറയുന്നത് മോറലി ആംബിഗസ് ആയിരിക്കും. അതായത് സാധാരണ സിനിമയിലെ പ്രൊട്ടഗോണിസ്റ്റ്, നായകൻ, നായിക എന്നൊക്കെ പറയുന്ന പോലെ നല്ല ക്യാരക്ടേഴ്സ് അല്ല ഇതിനകത്ത് ഉണ്ടാവുന്നത്. നമ്മുടെ ലേ സാമുറായി എന്ന് പറയുന്ന ഒരു സിനിമയുണ്ട്, ഒരു സീരിയൽ കില്ലർ ക്യാരക്ടറായിട്ട് വരുന്നതാണ്. അങ്ങനെയൊക്കെയുള്ള രീതിയിലുള്ള ക്യാരക്ടേഴ്സാണ് നമുക്ക് ഇതിനകത്ത് ഉണ്ടാവുന്നത്. അപ്പോൾ അങ്ങനെ ഡാർക്കായിട്ടുള്ള എലമെന്റ്സ് വരുന്ന സിനിമകളെയാണ് നമ്മൾ ഫിലിം നോയർ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ ലാസ്റ്റ് നോക്കാനുള്ളത് ജർമ്മൻ എക്സ്പ്രഷനിസമാണ്. മോഡേണിസ്റ്റ് മൂവ്മെന്റ് ഒറിജിനേറ്റിംഗ് ഇൻ ജർമ്മനി ഇൻ ദ ഏർലി 20th century. നമ്മൾ പറഞ്ഞതുപോലെ ജർമ്മനിയിലാണ് ഇത് ആരംഭിക്കുന്നത് 20th centuryയുടെ തുടക്കത്തോട് കൂടിയിട്ട്. പ്രസൻസ് ദ വേൾഡ് ഫ്രം എ സബ്ജക്റ്റീവ് പെർസ്പെക്റ്റീവ്, ഡിസ്റ്റോർട്ടിംഗ് റിയാലിറ്റി ഫോർ ഇമോഷണൽ ഇഫക്റ്റ്. അതായത് ഒരു ഇമോഷണൽ ഇഫക്റ്റ് കാണികൾ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് റിയാലിറ്റി അവർ കുറച്ചൊന്ന് മാറ്റം വരുത്തിയിട്ടൊക്കെ അവതരിപ്പിക്കും. ഡിസ്റ്റോർട്ടഡ് സെറ്റ്സ്, ബിൽഡിങ്സ് വിത്ത് വാർപ്ഡ് പെർസ്പെക്റ്റീവ്സ് ആൻഡ് അൺനാച്ചുറൽ ആംഗിൾസ്. ഈ മാറ്റം വരുത്തുക എന്ന് പറയുന്നതിൻ്റെ സെറ്റിങ്സിലാണ്. അതായത് ബിൽഡിങ്ങുകളുടെ ഘടന തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, ആംഗിൾ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളിലൊക്കെ ഇത്തരം മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. തിയേറ്ററിക്കൽ ആക്ടിങ്, എക്സാജറേറ്റഡ് പെർഫോമൻസസ് ടു കൺവേ ഹൈറ്റൻഡ് ഇമോഷൻസ്. ഇനി ആ എക്സ്പ്രഷൻ എന്ന് പറയുന്ന വാക്കിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അതിൽ ആക്ടിങ് വരുന്നത് ഓവർ ആക്ടിങ് പോലുള്ള സംവിധാനമാണ്. അതായത് നാടകത്തിലൊക്കെ കാണുന്നത് പോലെയുള്ള രീതിയിൽ വളരെയധികം ഭാവങ്ങളൊക്കെ വരുത്തിക്കൊണ്ടുള്ള അഭിനയമാണ് ഈ എക്സ്പ്രഷനിസ്റ്റ് മൂവിയിൽ ഉണ്ടാവുന്നത്. അബ്സ്ട്രാക്ട് സ്റ്റോറി ടെല്ലിംഗ്, സിംബോളിക് ഇമേജറി ആൻഡ് ഡ്രീം ലൈക്ക് സീക്വൻസസ്. ഇനി ഇതിനകത്ത് സിംബോളിക് ആയിട്ടുള്ള ഇമേജറി ഉപയോഗിക്കുന്നുണ്ട്. പിന്നെ ഡ്രീം സീക്വൻസസ് ഒക്കെ ഈ സിനിമയ്ക്കകത്ത് ഒരുപാട് ഉണ്ടാവാറുണ്ട്. ഇൻഫ്ലുവൻസ്ഡ് സിനിമ പർട്ടിക്കുലർലി ഇൻ ഫിലിംസ് ലൈക്ക് ദ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി ആൻഡ് നൊസ്ഫെരാതു. ഇനി ഇതിലെ ഏറ്റവും പ്രൈം എക്സാമ്പിൾസ് ആയിട്ട് എടുത്തു പറയാവുന്നത് നമുക്ക് നൊസ്ഫെരാതു എന്ന് പറയുന്നത് ഡ്രാക്കുളയുടെ കഥയാണ് വരുന്നത്. അത് ജർമ്മൻ സിനിമയിൽ ആദ്യമായിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത്. പിന്നെ ക്യാബിനറ്റ് ഓഫ് ഡോക്ടർ കാലിഗരി എന്ന് പറയുന്നതും ഒരു ഹൊറർ മൂഡിലുള്ള ഒരു സിനിമയാണ്. അതാണ് ഇതിന്റെ എക്സാമ്പിൾസ് ആയിട്ട് നമുക്ക് എടുത്ത് പറയാൻ കഴിയുന്നത്. ഇത് കൂടാതെ നമുക്ക് ഹിസ്റ്റോറിക്കൽ മൂവീസ്, റോഡ് മൂവീസ് തുടങ്ങിയിട്ടുള്ള കുറച്ച് വരുന്നുണ്ട്. പക്ഷെ അതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഹിസ്റ്റോറിക്കൽ മൂവീസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹിസ്റ്ററിയിൽ നിന്നുള്ള ഒരു എലിമെന്റ് എടുത്തിട്ട് അവതരിപ്പിക്കുന്നതായിരിക്കും എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. പിന്നെ ആനിമേഷൻ മൂവീസ്, 3D മൂവീസ് തുടങ്ങി അതിൻ്റെ ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്നത്. നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും സംശയങ്ങളോ സജഷൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. കൂടാതെ ചാനൽ നിങ്ങളൊരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.